കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഭാഗം ഏതായിരുന്നു ഓർമ്മയുണ്ട്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? The production possibilities of two goods with the available resources and technique of production. ഓർമ്മയുണ്ട് അല്ലെ? പറഞ്ഞു നോക്കി എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. നമ്മൾ അതിന്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് മനസ്സിലാക്കിയ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അടുത്ത ഭാഗം കൂടി കൃത്യമായി വൃത്തിയായി മനസ്സിലാവും. എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, ഒരു പീസ് ഓഫ് ലാൻഡിൽ 10 വാഴയോ 10 റബ്ബറോ നടാം. ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം, 10 വാഴ അല്ലെങ്കിൽ 10 റബ്ബർ. ആ ഭൂവുടമക്ക് കർഷകന് തോന്നുകയാണ്, എനിക്ക് 10 വാഴ നടുന്നതിന്റെ ഒപ്പം റബ്ബറും നടന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് വാഴ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, 2 റബ്ബർ മരം നടുമ്പോൾ 2 വാഴ നഷ്ടപ്പെടും. ശരിയല്ലേ? 10 വാഴയോ 10 റബ്ബറോ നടാം, ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം. ഇനി 2 റബ്ബർ നടുമ്പോൾ 2 വാഴയുടെ സ്ഥാനമാണ് ആ റബ്ബർ മരങ്ങൾ ഏറ്റെടുക്കുന്നത്. അതോടെ 8 വാഴയും 2 റബ്ബർ മരങ്ങളും വരും. അതായത് വാഴയിൽ 2 എണ്ണം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിന്റെ മൂല്യമാണ് 2 റബ്ബർ മരങ്ങൾ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സപ്പോസ് ഇയാൾ വിചാരിക്കുകയാണ്, എനിക്ക് ഒരു 5 റബ്ബർ മരങ്ങൾ നടണം, 5 റബ്ബർ മരങ്ങൾ നടണം. തീർച്ചയായിട്ടും നമ്മുടെ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. 5 വാഴയും 5 റബ്ബറും നടാം എന്ന് വെച്ചാൽ 10 വാഴകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 5 വാഴകളായിട്ട് കുറയുകയും ആ 5 വാഴകളുടെ സ്ഥാനം 5 റബ്ബർ മരങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ ഇദ്ദേഹത്തിന് തോന്നുകയാണ്, എനിക്ക് റബ്ബർ മരങ്ങൾ ഇനിയും നടണം, 8 റബ്ബർ മരം നടണമെന്ന് ഇദ്ദേഹം വിചാരിക്കുകയാണെങ്കിൽ വാഴ എത്രണ്ണമായിട്ട് കുറയും? 2 വാഴ മാത്രമേ നടാനാകൂ. ഇനി ഇദ്ദേഹം വിചാരിക്കുകയാണ്, എനിക്ക് 10 റബ്ബറും നടണം. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ വാഴ 0 ആയി മാറും. വാഴ ഒറ്റ എണ്ണവും നടാൻ കഴിയില്ല, റബ്ബർ 10 എണ്ണം ആ സ്ഥാനങ്ങൾ ഏറ്റെടുക്കും. ക്ലിയർ ആണല്ലോ? ഇത് തന്നെയാണ് ഏത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ പറഞ്ഞത്. ക്ലിയർ? ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു ഭാഗമാണ്, ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു വസ്തു ത്യജിക്കുന്നുണ്ടല്ലോ അല്ലെ, സാക്രിഫൈസ് ചെയ്യുന്നുണ്ടല്ലോ. അതിന് കാരണം എന്താണ്? സ്കേഴ്സിറ്റി ആണ്. അതവിടെ നിൽക്കട്ടെ. സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ മൂല്യത്തെ വിളിക്കുന്ന പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓക്കെ, എക്കണോമിക്സിലെ ഒരു വലിയ ഭാഗമാണ്. സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്, ഡിഫൈൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അവസര ചെലവ് എന്താണ്? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു വസ്തു കിട്ടാൻ വേണ്ടി മറ്റൊരു വസ്തു സാക്രിഫൈസ് ചെയ്യുന്നു എങ്കിൽ ആ സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ വസ്തുവിന്റെ മൂല്യമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ ആണല്ലോ? അത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് സാക്രിഫൈസ്. ദ വാല്യൂ ഓഫ് സാക്രിഫൈസ് അങ്ങനെ പറയാം. അതല്ലെങ്കിൽ the next best alternative use or occupation. Next best alternative use or occupation എന്ന് പറയാം. ഇതാണ് ശരിക്കും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. വളരെ ക്ലിയർ ആണ്. അപ്പോ നമുക്ക് ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അല്ലെ, ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ പാരന്റ്സ് ഗൾഫിലാണെങ്കിൽ അദ്ദേഹം ഗൾഫിൽ പോകാൻ കാരണം എന്താ? ഇവിടത്തേതിനേക്കാളും കുറച്ചുകൂടി വരുമാനം കിട്ടും എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം അങ്ങോട്ട് പോയത്. അദ്ദേഹത്തിന് ഇവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു, അപ്പൊ ഇത് ത്യജിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ശരിയല്ലേ? ഒരേ സമയത്ത് 2 സംഗതികൾ ഒരേപോലെ ചെയ്യാനാവില്ല എന്നുള്ളതാണ് ചുരുക്കം അല്ലെ. ഇപ്പോ എനിക്ക് വീട്ടിൽ ഇരുന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് തരുന്നതിന് പകരം ഇതേ സമയം ഉപയോഗിച്ച് എനിക്ക് സിനിമ കാണാം, അല്ലെങ്കിൽ വേറൊരു പരിപാടി ചെയ്യാം. അപ്പൊ ആ പരിപാടി സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് ഈ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞത്.
അപ്പോൾ ഒരു സംഗതി സാക്രിഫൈസ് ചെയ്താണ് ഞാൻ ഈ സംഗതി ചെയ്യുന്നത്. ഇതിന്റെ മൂല്യത്തെ വിളിക്കുന്ന പേരാണ് ഏത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് പോകുന്നു. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, MOC എന്ന് പറയും. എന്താണ് ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? വളരെ സിമ്പിൾ ആണ്. ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു വസ്തുവിൽ ഒരു അഡീഷണൽ യൂണിറ്റ് വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു വസ്തുവിൽ എത്രമാത്രം സാക്രിഫൈസ് ചെയ്യുന്നു അതിന്റെ മൂല്യമാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമ്പർ ഓഫ് യൂണിറ്റ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് an additional unit of another commodity. കേട്ടല്ലോ? അതായത് ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഈ വസ്തുവിൽ എത്ര യൂണിറ്റ് സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് കണക്കാക്കുന്നതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, അത് നമുക്ക് ഡയഗ്രത്തിലൂടെ വിശദീകരിക്കാം, പെട്ടെന്ന് മനസ്സിലാകും. അതിന് ഡയഗ്രാം ഉണ്ട്, അതിന്റെ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ഡയഗ്രാമാണ്. അപ്പൊ ഷെഡ്യൂൾ എന്താണ്? MOC ഷെഡ്യൂൾ, MOC ഡയഗ്രാം, ഇത് രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടും നമുക്ക് നോക്കാം, പഠിക്കാം. എല്ലാവരും ശ്രദ്ധിക്കൂ. എന്താണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂളാണിത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിൾ എന്ന് പറയാം. ഫസ്റ്റ് കോളത്തിൽ പോസിബിലിറ്റീസ്, നെക്സ്റ്റ് കോളം റബ്ബർ ഓർ എക്സ്, നെക്സ്റ്റ് കോളം ചില്ലി ഓർ വൈ, നെക്സ്റ്റ് MOC കാണാനുള്ള ഫോർമുല കൊടുത്തിരിക്കുന്നു, ΔY/ΔX. അടുത്ത കോളത്തിൽ MOC കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? MOC കാണാനുള്ള ഫോർമുലയാണ് ΔY/ΔX. ΔY എന്താണ്? ഡെൽറ്റ ലോസ് എന്നാണ് അതിനർത്ഥം. താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാകും. ΔX എന്താണ്? ഡെൽറ്റ ഗെയിൻ എന്നാണ് അതിനർത്ഥം. ഓക്കെ, എന്താണ് ഈ ഡെൽറ്റ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ്, വ്യത്യാസം. ഓക്കെ, അപ്പോൾ വൈയിലുള്ള വ്യത്യാസം ഹരിക്കണം എക്സിലുള്ള വ്യത്യാസം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, പോസിബിലിറ്റീസ് നോക്കൂ ടേബിളിലെ. എ പോസിബിലിറ്റി, ഓക്കെ, അതിൻ്റെ MOC എന്താ? അതിന് MOC ഇല്ല. അതെന്താണ് കാരണം? ΔY/ΔX അവിടെ ഇല്ല, അതാണ് കാരണം. ഓക്കെ, ΔY എന്ന് പറഞ്ഞാൽ വൈയിലുള്ള വ്യത്യാസം കാണാൻ കഴിയില്ല അവിടെ. ഓക്കെ, കാരണം അതിന് മുകളിലുള്ള സംഖ്യ തന്നിട്ടില്ലല്ലോ വ്യത്യാസം കാണാൻ. ഓക്കെ, ΔXൻ്റെയും തന്നിട്ടില്ല, അതാണ് അതിൽ MOC ഇല്ലാത്തത്. അടുത്തത് നോക്കൂ, ബി. അതിലെങ്ങനെയാണ്? റബ്ബർ 1, ചില്ലി 14 അല്ലേ? ഒരു റബ്ബർ മരം നടുമ്പോൾ ചില്ലിയിൽ ഒരെണ്ണം നഷ്ടപ്പെടുന്നു. ചിലപ്പോൾ 15 ഉണ്ടായിരുന്നത് 14 കുറയുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ΔY എത്ര വരും? 1 അല്ലേ? 1 എന്താ? ചില്ലിയിൽ വന്ന വ്യത്യാസം 1 15ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 1 അല്ലേ? റബ്ബറിൽ വന്ന വ്യത്യാസം എത്രയാ? 1 തന്നെ. അപ്പോൾ 1/1 1 തന്നെ. MOC 1. ഇങ്ങനെ എ മുതൽ F വരെ MOC കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ അല്ലേ? ΔY/ΔX കാൽക്കുലേറ്റ് ചെയ്താൽ MOC കിട്ടും. ക്ലിയർ ആണല്ലോ? എല്ലാവരും അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ചോദിക്കാറുണ്ട്, കാണാൻ പറയാറുണ്ട്. ഓക്കെ, നോക്കൂ, ഇതാണ് ഇൻക്രീസിങ് MOCയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഈ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് ടു ഒറിജിൻ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം.
നോക്കൂ, ഈ ഷെഡ്യൂളിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? നേരത്തെ കണ്ട പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഈ ഷെഡ്യൂളിനുള്ളത്? ശരിക്കും പരിശോധിക്കണം. വലിയ മാറ്റങ്ങളൊന്നുമില്ല അല്ലേ? പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. എക്സ് റബ്ബർ, വൈ ചില്ലി എല്ലാം ഉണ്ട്. MOC കാണാനുള്ള ഫോർമുല കൊടുത്തിട്ടുണ്ട്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, MOC ഇവിടെ ഡിക്രീസിങ് ഓർഡറിലാണ്, അതാണ് വ്യത്യാസം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ചെയ്താൽ MOC കിട്ടും. MOC ABCDEF പോസിബിലിറ്റീസിൻ്റെ MOC കണ്ടുപിടിക്കുക. ഫോർമുല ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ MOC 5, 4, 3, 2, 1 എന്നിങ്ങനെ ഡിക്രീസിങ് ഓർഡറിൽ കിട്ടും. ഓക്കെ, ഡിക്രീസിങ് MOC ആണെങ്കിൽ ഷേപ്പ് ഓഫ് PPC വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇൻക്രീസിങ് ഓർഡറിലുള്ള PPC നമ്മൾ കണ്ടു, അതിൻ്റെ പേര് കോൺകേവ് ടു ഒറിജിൻ എന്നായിരുന്നു. എന്നാൽ ഡിക്രീസിങ് ഓർഡറിലുള്ള MOC ആണെങ്കിൽ PPCയുടെ ഷേപ്പ് മാറും. ആ ഷേപ്പിനെ എന്ത് വിളിക്കും? കോൺവെക്സ് ടു ഒറിജിൻ. കോൺവെക്സ് ടു ഒറിജിൻ. നോക്കൂ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിക്രീസിങ് ഓർഡറിലാണെങ്കിൽ ഷേപ്പ് ഓഫ് PPC കോൺവെക്സ് ടു ഒറിജിൻ ആയിരിക്കും. ഷേപ്പ് കണ്ടില്ലേ? C ഷേപ്പാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് ടു ഒറിജിൻ. ഓക്കെ, മൂന്നാമത്തെ ടേബിൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ. മറ്റ് രണ്ട് ടേബിളുകളെ പോലെ തന്നെ ഇവിടെയും മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അതിൻ്റെ ഫോർമുല കൊടുത്തിരിക്കുന്നു. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഉണ്ട്, അഥവാ ഡെൽറ്റ ലോസ് ബൈ ഡെൽറ്റ ഗെയിൻ ഉണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കാണിച്ചിട്ടുണ്ട്. റബ്ബർ അഥവാ എക്സ്, ചില്ലി അഥവാ വൈ കൊടുത്തിട്ടുണ്ട്. MOC കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഉണ്ട്. നോക്കൂ, ഡൗൺവേർഡ് സ്ലോപ്ഡ് സ്ട്രൈറ്റ് ലൈൻ PPC കർവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യം കണ്ട രണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനേക്കാളും വ്യത്യാസമുണ്ട് മൂന്നാമത്തെ PPC കർവ്. സ്ട്രൈറ്റ് ലൈൻ PPC കർവ് ആകാൻ കാരണം എന്താണ്? കാരണം സിമ്പിളാണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് MOC കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, നേരത്തെ കണ്ട പോലെ 5, 5, 5 അതേപോലെ ഒരേ സംഖ്യ തന്നെ വരികയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്ഡ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, എല്ലാവരും വരച്ചു നോക്കണം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ വെച്ചുകൊണ്ട് ഓരോ ഡയഗ്രവും എല്ലാവരും വരച്ചു നോക്കണം. ഓക്കെ, ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് എന്തെല്ലാം പഠിച്ചു? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ MOC എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, MOCക്ക് അനുസരിച്ച് കൊണ്ട് PPCയിൽ വരുന്ന മാറ്റങ്ങൾ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലായി. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂളുകൾ വരയ്ക്കാൻ മനസ്സിലായി. അതുപോലെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കിട്ടി, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ,
പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുകൾ മാറുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാറുന്നതിനനുസരിച്ചാണെന്ന് മനസ്സിലായി. ഓക്കെ, എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. സ്ക്രീനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതിയെടുക്കുകയും ഉത്തരങ്ങൾ എഴുതി സൂക്ഷിക്കുകയും വേണം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.